എല്ലാവർക്കും ലീ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ ഒരു പൊരിയലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു 8-9 പീസ് ഇരിക്കുന്നത്, കുറച്ച് വെളുത്തുള്ളി, ഒരു 8 പീസ് വെളുത്തുള്ളി, പിന്നെ തേങ്ങയും പച്ചമുളകും കൂടെ ചേർത്ത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കൂടാതെ കടുക്, മഞ്ഞൾ, ഉപ്പ്, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ 1.5 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. പൊട്ടിയിരിക്കുന്നു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. അതും ഒരുവിധം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ പച്ചമുളകിൻ്റെ റോസ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപ്പ് ചേർത്ത് ഞാൻ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർക്കാം. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ് ഇത്. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ്സ് വരുള്ളൂ ഇത് കുക്കാവെടുത്ത്. നല്ല മാതിരി ഇളക്കി കൂട്ടി ഇനിയൊരു ലിഡ് വെച്ച് മൂടി വയ്ക്കുക. ഞാൻ മൂടി വെച്ച് നല്ല മാതിരി ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്കൊരു മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ്സ് വേണ്ടി വരുള്ളൂ ഇത് വേവാനായിട്ട്. അതിന് ശേഷം ഇടയിൽ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കറി റെഡി. ഇളക്കി കൂട്ടുകയാണ്. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കണമെന്നില്ല. ഈ ആവിയിൽ കിടന്നിട്ടാണ് ഇത് വേവുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റും കൂടിയായിരിക്കും. ഇപ്പോൾ കറി വെന്തിട്ടുണ്ട്. 5 മിനിറ്റ് ആയി. ഇനി നമ്മൾക്ക് ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളും ട്രൈ ചെയ്തത് നോക്കുക. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ്, ഒപ്പം ഹെൽത്തിയും കൂടിയായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.